Hello everyone. Sahakari Race Plus Portfolio Management ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ എന്താണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, അതേപോലെ തന്നെ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഈ ഒരു തിയറിയുടെ റെലവൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അല്ലെ? ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക? പോർട്ട്ഫോളിയോ എന്ന് പറയുക. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ എന്തൊക്കെ ഉണ്ടാവാം? ഷെയർസ് ഉണ്ടാവാം, ഡിബഞ്ചേഴ്സ് ഉണ്ടാവാം, ബോണ്ട്സ് ഉണ്ടാവാം. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി or ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും എന്താണ് വേണ്ടത്? അവർക്ക് റിട്ടേൺ ആണ് വേണ്ടത്, അല്ലേ? നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫണ്ട് മുടക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നമുക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ മാക്സിമം നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ റിട്ടേൺ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിന് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറീനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. അതേപോലെ തന്നെ MPT എന്നും ഈ ഒരു തിയറീനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ MPT എന്ന് പറഞ്ഞാലും മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി എന്ന് പറഞ്ഞാലും മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറഞ്ഞാലും മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. ഓക്കെ, then it is used to create and select a portfolio that would yield maximum return. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു, അല്ലേ? അതായത് ഇൻവെസ്റ്റേഴ്സിനെ ഏത് കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? മാക്സിമം റിട്ടേൺ ആ ഒരു ഇൻവെസ്റ്ററിന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് സെലക്ട് എ പോർട്ട്ഫോളിയോ ദാറ്റ് വുഡ് ഈൽഡ് മാക്സിമം റിട്ടേൺ. പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കണം? മാക്സിമം റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്ററിന് എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ അയാളുടെ ഫണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കാം. ഷെയർസ്, ഡിബഞ്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഷെയറും ബോണ്ടും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷെയറിൽ തന്നെ ഇക്വിറ്റി പ്രിഫറൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കോമ്പിനേഷനാണ് അയാൾക്ക് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, മാക്സിമം റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. റിട്ടേൺ കൂടുതലായിരിക്കണം, റിസ്ക് ആ ഒരു ഗിവൺ ലെവലിലായിരിക്കണം. അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനാണ് അയാൾക്ക് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതും റിസ്ക് ഏറ്റവും ഒരു കുറവായിട്ട് വരുന്നതും അത്തരത്തിലുള്ള ആ ഒരു കോമ്പിനേഷനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ഒരു തിയറിയാണ് ഇത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. ഓക്കെ, so it is developed by Harry Markowitz in 1950. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയില്ലേ? ആരാണ് ഈ ഒരു മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഹാരി മാർക്കോവിറ്റ്സ്, അല്ലെ? മാർക്കോവിറ്റ്സ്
തിയറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്താൽ മതി, ഹാരി കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഹാരി മാർക്കോവിറ്റ്സ് 1950 ഓക്കെ 1950 ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഹാരി മാർക്കോവിറ്റ്സ് മോഡൽ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദി ജേണൽ ഓഫ് ഫിനാൻസ് ഇൻ 1952 ആൻഡ് ഹിസ് പേപ്പർ ഈസ് കോൾഡ് പോർട്ട്ഫോളിയോ സെലക്ഷൻ. അപ്പോൾ 1950 ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? 1952 ഓക്കെ 1952 ജേണൽ ഓഫ് ഫിനാൻസിലാണ് അദ്ദേഹം പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്നുള്ള ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡൽ ഡെവലപ്പ് ചെയ്തത് 1915 ആണെങ്കിലും പബ്ലിക്കിന് ഇത് ആക്സസിബിൾ ആവുന്ന അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇത് എത്തുന്നത് എപ്പോഴാണ്? 1952 അദ്ദേഹത്തിൻ്റെ പേപ്പറായിട്ട് ഇതെന്ത് ചെയ്യുമ്പോഴാണ്? പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പബ്ലിക്കിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഹാരി മാർക്കോവിറ്റ്സ് 1950 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ദെൻ 1952 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തിയറിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് കോമ്പിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോ വിച്ച് പ്രൊവൈഡ്സ് ദം മാക്സിമം റിട്ടേൺ. ഓക്കെ, മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ കോമ്പിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഇൻ 1990. ഈ ഒരു കോൺസെപ്റ്റിന് അദ്ദേഹത്തിന് എന്തുകൂടി അവാർഡ് ചെയ്തിട്ടുണ്ട്? നോബൽ പ്രൈസ് കൂടി അവാർഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അനാലിസിസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ആൻഡ് ദെയർ ഇന്റർ റിലേഷൻഷിപ്പ്. ഇനി ഈ ഒരു തിയറിയിൽ എന്താണ് മെയിനായിട്ട് വരുന്നത്? ദർ ഈസ് ആൻ അനാലിസിസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ആൻഡ് ദെയർ ഇന്റർ റിലേഷൻഷിപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക, ഏത് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു തിയറി ബേസിക് ഐഡിയ തരിക. ഇനി എങ്ങനെയാണ് ഏത് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക? അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റിയുടെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിസ്ക് എങ്ങനെയാണ് റിട്ടേൺ എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാവും, അതേപോലെ സിയും ഡിയും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലെ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഈ 4 സെക്യൂരിറ്റീസിൻ്റെയും റിസ്ക്കും റിട്ടേണും ഒക്കെ അനലൈസ് ചെയ്ത് ഇതിൽ ഏത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാകുക എന്നൊക്കെ നോക്കി അതിൻ്റെ ഒക്കെ ബേസിസിലാണ് നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്യുക? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ കോമ്പിനേഷൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുക. സപ്പോസ് എയും ഡിയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആവും ഏറ്റവും റിട്ടേൺ ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ തരുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും? ബിയും സിയും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം റിസ്ക്, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും റിസ്ക്കും റിട്ടേണും കമ്പയർ ചെയ്ത് അതേപോലെ ഈ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കും റിട്ടേണും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താനായിട്ട് ഈ ഒരു തിയറി ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, then it is a practical method for selecting investment in order to maximize their overall returns with an accepted level of risk. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദി ഇൻവെസ്റ്റേഴ്സ് ടു മാക്സിമൈസ് ദെയർ ഓവറോൾ റിട്ടേൺ. അവരുടെ റിട്ടേണിനെ അവർക്ക് മാക്സിമൈസ് ചെയ്യും വേണം അറ്റ് ആൻ ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക്. ഒരു ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്കിൽ നിന്നുകൊണ്ട് റിട്ടേണിനെ മാക്സിമം ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സപ്പോസ് എ ബി എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കുക, സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്. രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ 12% ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എ ബി എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അതേപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. രണ്ട് പോർട്ട്ഫോളിയോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 12% ആണ്. പക്ഷേ എ ബിയുടെ റിസ്ക് എന്ന് പറയുന്നത് 6% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് 6% ആണ്. സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്
8% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ, സി ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ രണ്ടിനും സെയിം ലെവൽ ഓഫ് റിട്ടേൺ ആണ്. പക്ഷെ റിസ്കിൽ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട് അല്ലേ? റിസ്ക് എ ബിക്ക് 6% ആണെങ്കിൽ സി ഡിക്ക് എത്രയാണ്? 8% ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റിസ്ക്കും റിട്ടേണും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരേ എമൗണ്ട് ഓഫ് റിട്ടേൺ ആണ് രണ്ട് പോർട്ട്ഫോളിയോസും അല്ലെങ്കിൽ രണ്ട് കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും റിസ്ക് ഏതിനാണ് കുറവ്? എ ബിക്കാണ് കുറവ് അല്ലേ? എ ബിയിലാണ് 6% വരുന്നത്, അതേസമയം സി ഡിയിൽ എത്രയാണ്? 8% റിസ്ക് ഉണ്ട്. അപ്പോൾ 12% റിട്ടേൺ കിട്ടാൻ എ ബി 6% റിസ്ക് എടുത്താൽ മതി. സി ഡിയിലാണെങ്കിലോ 12% റിട്ടേൺ കിട്ടാൻ 8% റിസ്ക് എടുക്കണം. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്? എ ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മാക്സിമം റിട്ടേൺ അറ്റ് ആൻ ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക്. മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യാൻ സാധിക്കണം, പക്ഷെ റിസ്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഏറ്റവും കുറവായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉള്ളതിൽ ഏറ്റവും കുറവുള്ള റിസ്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന തിയറിയാണ് modern portfolio theory, and it is based on the fact that investors are interested in maximizing the return and try to minimize the risk associated with the portfolio. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻവെസ്റ്റേഴ്സിന് അവർ റിട്ടേൺ എപ്പോഴും മാക്സിമത്തിലായിരിക്കണം, പക്ഷെ റിസ്ക് എങ്ങനെയായിരിക്കണം? മിനിമത്തിലായിരിക്കണം. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഇവർ അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ. ഇൻവെസ്റ്റേഴ്സ് എന്താണ്? ഈ ഒരു തിയറിയുടെ അസംഷനാണ്, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയുടെ അസംഷനാണ്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? അവർക്ക് മാക്സിമം റിട്ടേൺ വേണം, പക്ഷെ ഗിവൺ ലെവൽ ഓഫ് റിസ്കിലായിരിക്കണം. റിസ്ക് കുറവ്, ഏറ്റവും റിസ്ക് കുറവിൽ ഇപ്പോൾ 5% റിസ്കിൽ എത്ര മാക്സിമം റിട്ടേൺ അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും? ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ മേലുള്ള അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ 2 മെയിൻ കോൺസെപ്റ്റ്. ഇനി ഈ തിയറിയിൽ മെയിനായിട്ട് 2 കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. എവറി ഇൻവെസ്റ്റേഴ്സ് ഗോൾ ഈസ് ടു മാക്സിമൈസ് റിട്ടേൺ ഫോർ എനി ലെവൽ ഓഫ് റിസ്ക്. നമ്മൾ പറഞ്ഞു എന്താണ് ഇൻവെസ്റ്ററിൻ്റെ എയിം എന്ന് പറയുന്നത്? എന്താണ്? റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. അതിൽ റിസ്ക് തന്നെ ഏറ്റവും മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഡൈവേഴ്സിഫൈയിങ് എ പോർട്ട്ഫോളിയോ ത്രൂ ഇൻഡിവിജ്വൽ അൺറിലേറ്റഡ് സെക്യൂരിറ്റി. ഇനി എങ്ങനെയാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക? ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷനിലൂടെയാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നോക്കേണ്ടി വരും. ചിലപ്പോൾ എയും സിയും തമ്മിലുള്ള കോമ്പിനേഷനേക്കാളും ബെറ്റർ ആയിരിക്കും എയും ഇയും തമ്മിലുള്ള കോമ്പിനേഷൻ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി കൂടി ആഡ് ചെയ്യുമ്പോഴാവും ചിലപ്പോൾ റിസ്ക് കുറയുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. തിയറി യൂസ്ഫുൾ ടു ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ട് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. അതേപോലെ തന്നെ ഈ തിയറി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ തിയറിയുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു തിയറി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ച് നമുക്ക് എന്തുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൂടി കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ? ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഓക്കെ, എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോനെ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിലൊന്നാമത്തെ എന്താണ്? ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒന്നല്ലെങ്കിൽ എന്തായിരിക്കണം? ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ ഹയസ്റ്റ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ.
എന്താണ്, ഒന്നല്ലെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അല്ലെങ്കിൽ ലോവസ്റ്റ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ AB എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ, ഓക്കെ, ഫസ്റ്റ് പോർട്ട്ഫോളിയോ AB, ദെൻ സെക്കൻഡ് പോർട്ട്ഫോളിയോ CD, ദെൻ തേർഡ് പോർട്ട്ഫോളിയോ PQ. ഓക്കെ, ഇങ്ങനെ 3 പോർട്ട്ഫോളിയോസ് ഉണ്ടെന്ന് വിചാരിക്കുക. AB ഉണ്ട്, CD ഉണ്ട്, PQ ഉണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പം ഇതിൽ റിസ്ക് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 5% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5% റിസ്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ റിട്ടേൺ എന്ന് പറയുന്നത് മേ ബി 12%, 13%, 8%. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്, CD എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്, PQ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഉണ്ട്. അവരുടെ റിസ്ക് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ പോർട്ട്ഫോളിയോസിനും റിസ്ക് 5% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അവർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ എങ്ങനെയാണ്? ഒന്നിൽ 12%, AB 12%, CD 13%, PQ എത്രയാണ്? 8% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഏതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? ഈ ഒരു CD ആണല്ലേ, അല്ലെങ്കിൽ സെക്കൻഡ് പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്, ആ ഒരു സെയിം ലെവൽ ഓഫ് റിസ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സെക്കൻഡ് പോർട്ട്ഫോളിയോ ആയിട്ടുള്ള CD ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു സിറ്റുവേഷനിൽ വിചാരിക്കാം, ഇവിടെ നമ്മൾ റിട്ടേൺ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 10%. ഓക്കെ, 3 കേസിൽ എത്രയാണ്? നമുക്ക് 10% ആണ് റിട്ടേൺ വരുന്നത്. പക്ഷെ റിസ്ക് ഓക്കെ, ഇവിടെ 4%, ഇവിടെ 6%, ഇവിടെ 9%. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ 10% ആണ്, CDയുടെ 10% ആണ്, PQൻ്റെയും 10% ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. പക്ഷെ റിസ്ക് എങ്ങനെയാണ്? 4% ആണ് ABക്ക് വരുന്നത്, CDക്ക് എത്രയാണ്? 6% ആണ് വരുന്നത്, PQന് എത്രയാണ് വരുന്നത്? 9%. അപ്പോൾ ഈ ഒരു കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലേ, AB എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ് എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, സെയിം ലെവൽ ഓഫ് റിട്ടേൺ ആണെങ്കിൽ പോലും അതിലേതാണ് ലോവസ്റ്റ് റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു 2 സിറ്റുവേഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർട്ട്ഫോളിയോനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഹയസ്റ്റ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ സെയിം ലെവൽ ഓഫ് റിസ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള സെക്കൻഡ് പോർട്ട്ഫോളിയോ ആണ് ഇവിടുത്തെ കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ. അതല്ല എന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് റിസ്ക് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ. ഇവിടെ എന്താണ്, 10% തന്നെയാണ് എല്ലാ പോർട്ട്ഫോളിയോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 സിറ്റുവേഷനിലും ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർട്ട്ഫോളിയോസിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോനെ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏത് തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.